വെൽക്കം ടു റെഡ് ഫ്ലെയിംസ് കിച്ചൻ. ഇന്നത്തെ റെസിപ്പി ഒരു ഫിഷ് ബിരിയാണിയാണ്. സാധാരണയായി മീൻ ബിരിയാണി ഉണ്ടാക്കാറ് നമ്മൾ മീൻ പൊരിച്ച ശേഷമാണ്. പക്ഷേ ഇത് പച്ച മസാലയിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. തേങ്ങാപ്പാലെല്ലാം ചേർത്തുണ്ടാക്കിയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫിഷ് ബിരിയാണിയാണ്. ബാച്ചിലേഴ്സിനും ബിഗിനേഴ്സിനും എല്ലാം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ ഒരു ക്വാണ്ടിറ്റി 4 പേർക്ക് കഴിക്കാനുള്ളതാണ്. അധികം എണ്ണയൊന്നും യൂസ് ചെയ്യാത്ത ഒരു റെസിപ്പിയാണ്. മീൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കിലോ ബസ്മതി റൈസാണ്. നന്നായി കഴുകിയിട്ടുണ്ട്. ഇതിനി കുതിരാനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരമണിക്കൂറാണ് ഇത് നമ്മൾ കുതിരാൻ വെക്കുന്നത്. ഈ സമയം കൊണ്ട് ബാസ്മതിയുടെ നല്ലൊരു ഫ്ലേവർ എല്ലാം പുറത്തേക്ക് വരും. 1/2 കിലോ ഫിഷാണ് മസാലക്കായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് മസാലയ്ക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒരു ബൗളിലാക്കണം. വെളുത്തുള്ളി ചതച്ചത് 2 ടീസ്പൂൺ ഉണ്ട്, ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ തന്നെ ഇഞ്ചി ചതച്ചത്, 4 പച്ചമുളക് അരിഞ്ഞത്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. കുറച്ച് കറിവേപ്പില അരിഞ്ഞത്, ഏകദേശം ഒരു 1/2 കപ്പോളം മല്ലിയില അരിഞ്ഞത്, കുറച്ച് പുതിനയില. ഇനി മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഒരു വലിയ ലെമണിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്, പിഴിഞ്ഞു കൊടുക്കാം. 1/2 കപ്പ് തേങ്ങാപ്പാൽ, 1 പാലാണ് എടുത്തിട്ടുള്ളത്. പാകത്തിന് ഉപ്പും കൂടെ ചേർക്കാം. മസാലയിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ആയി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തേക്കാം. ഓരോന്നായിട്ട് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. മീനിൽ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മീനായതുകൊണ്ട് തന്നെ ഒരുപാട് നേരം മസാല പിടിക്കാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് ചേർക്കാനുള്ള ഫ്രൈഡ് ഓനിയൻ ഉണ്ടാക്കാനുണ്ട്. ചോറ് വേവിക്കാനുള്ള വെള്ളമാണ്. ഏകദേശം 2 ലിറ്ററോളം വെള്ളമുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 5 ഏലക്കായ, 5 ഗ്രാമ്പൂ, ഒരു കഷ്ണം പട്ട. വെള്ളം നന്നായി തിളക്കുമ്പോൾ വേണം അരി ഇടാനായിട്ട്. ഉള്ളി ഫ്രൈ ചെയ്യാനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. ഫിഷ് ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഉള്ളി പൊരിക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റി ആവാനേ. ഒരു വലിയ സവാളയാണ്. നല്ല ബ്രൗൺ കളറായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളി ഓൾമോസ്റ്റ് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഉള്ളി പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനി മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഫിഷ് മസാല ഇനി മീൻ ബിരിയാണി ഉണ്ടാക്കാൻ വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ബിരിയാണിയേക്കാൾ ഒരുപാട് എളുപ്പത്തിലുള്ള ഒരു ബിരിയാണിയാണ്. കൂടാതെ നല്ല ടേസ്റ്റിയാണ്. ഫിഷ് ബിരിയാണി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അത് പോപ്പുലറായിട്ടുള്ളത് മലബാറിലാണ്, അതായത് കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ. മീൻ ഫ്രൈ ചെയ്ത് മസാല ഉണ്ടാക്കുന്ന രീതിയാണത്. അത് നല്ല ടേസ്റ്റിയാണ്. അത് നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി സവാള ഫ്രൈ ചെയ്തത് ഇതിൻ്റെ മേലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് പതുക്കെ വേണമെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളി എല്ലായിടത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം നന്നായി തിളക്കുന്നുണ്ട്. കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി അരമണിക്കൂർ നേരം കുതിർത്തത് കൊണ്ട് തന്നെ ബസ്മതിയുടെ നല്ല ഫ്ലേവർ എല്ലാം വന്നിട്ടുണ്ട്.
അരി നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഇത് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം. മീനിന് തിള വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 5 മിനിറ്റ് നേരത്തെ കുക്കിംഗ് ടൈമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത്രയും സമയം നമ്മൾ ബിരിയാണി ദമ്മിടുകയുള്ളൂ. അപ്പോൾ ചോറ് സാധാരണ നമ്മൾ എടുക്കുന്ന പോലെ 1/4 വേവ് പോരാ. അപ്പോൾ ചോറ് എന്തായാലും ഒരു 90% വരെ വേവാവണം. ചോറ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി വെള്ളം വാർത്തെടുക്കാം. വെള്ളം വാർക്കാൻ എടുക്കുന്ന ഈ ഒരു സമയത്ത് വേണം മസാലയ്ക്ക് തീ വയ്ക്കാനായിട്ട്. ചോറിടാനാകുമ്പോഴത്തേക്കും മസാല തിളച്ച് വരണം. മസാല തിളച്ച് തുടങ്ങി. ഇതിൻ്റെ മേലേക്ക് വെള്ളം വാർത്ത് വെച്ചിട്ടുള്ള ചോറും പതുക്കെ അങ്ങ് ലെയർ ചെയ്ത് കൊടുക്കാം. ലെവൽ ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ചോറിനൊരു നല്ല മഞ്ഞ കളർ കിട്ടാനായിട്ട് നമുക്ക് വേണമെങ്കിൽ പാലിൽ കുങ്കുമം കലക്കിയത് ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് പാലിൽ കുറച്ച് മഞ്ഞൾ കലക്കിയത് ഒഴിച്ചാലും മതി. ഇനി മഞ്ഞളുടെ ടേസ്റ്റ് ഒന്നും വരില്ല. ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. നെയ്യിൻ്റെ അളവെല്ലാം നമ്മുടെ ആരോഗ്യത്തിനും ആവശ്യത്തിനനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. ഇനി അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വേവിച്ചാൽ മതി. അതിനുശേഷം ഒരു 10 മിനിറ്റും കൂടെ വെച്ചിട്ട് വേണം തുറക്കാനായിട്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് തുറന്ന് സെർവ് ചെയ്യാം. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ഫിഷ് ബിരിയാണിയാണ്. ഫിഷ് ആകുമ്പോൾ കുക്ക് ചെയ്ത് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴാണ് ഇതിൻ്റെ നല്ല ടേസ്റ്റ് വരാനായിട്ട്. 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വേവിച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. റൈസെല്ലാം നല്ല പാകത്തിനാണുള്ളത്. മസാലയിൽ നിന്ന് നല്ല സ്മെല്ലാണ് വരുന്നത്. ഉള്ളി പൊരിച്ചതിൻ്റെയും കൂടാതെ നമ്മുടെ പച്ചമസാലേൻ്റെ എല്ലാം നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഫിഷ് ബിരിയാണി ചൂടോടെ തന്നെ ചട്നിയെല്ലാം കൂട്ടിയിട്ട് സെർവ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതൊരു റെഡ് ഫ്ലെയിം സ്പെഷ്യൽ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ല നല്ല വീഡിയോസിനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.